ഹലോ എവരി വൺ, വെൽക്കം ടു സ്കിൽ ഏജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സി നെറ്റ് ജനറൽ പേപ്പറിൽ യൂണിറ്റ് 6 ആണ്, ലോജിക്കൽ റീസണിങ്. സോ ലോജിക്കൽ റീസണിങ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ ഏരിയാസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിക് സിലബസിലേക്ക് നമുക്ക് ആദ്യം വരാം. സിലബസ് പറയുകയാണെങ്കിൽ 3 പാർട്ടായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് പാർട്ടിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സ് എന്താണ്, അതായത് വെസ്റ്റേൺ ലോജിക്കിൻ്റെ കൺസെപ്റ്റ്സ് ആണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ദെൻ അതിനുശേഷം വെൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് പറയാം. വെൻ ഡയഗ്രം ക്രിയേറ്റ് ചെയ്യുന്നതും അതുവഴി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ പാർട്ടായിട്ട് പറയാവുന്നത് ഇന്ത്യൻ ലോജിക്കാണ്. സോ വെസ്റ്റേൺ ലോജിക്കും ഇന്ത്യൻ ലോജിക്കും ഇത് രണ്ടും നമ്മളുടെ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ വെസ്റ്റേൺ ലോജിക്കിൽ പറയുകയാണെങ്കിൽ ആദ്യം ആർഗ്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട ആർഗ്യുമെൻറ്റ്സിൻ്റെ ഫോംസ്, സ്ട്രക്ചർ ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ, മൂഡ് ആൻഡ് ഫിഗർ, formal and informal fallacies, uses of language, connotation and denotation of terms, classical square of position. Then types ആണ്, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് കൺസെപ്റ്റ്സിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ദെൻ അനലോജീസ്, അതേപോലെ വെൻ ഡയഗ്രം പ്രധാനമായിട്ടും യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് അവയർനെസ് നമുക്ക് ആവശ്യമുള്ളത്. ദെൻ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പാർട്ട് ഇന്ത്യൻ ലോജിക്കാണ്. വെസ്റ്റേൺ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കിയ നോളജിൻ്റെ മീൻസ്, ആർഗ്യുമെൻറ്റ്സ് ആയാലും സ്ട്രക്ചറിങ് ആയാലും ഇവയൊക്കെ ഇന്ത്യൻ ലോജിക്ക് പ്രകാരം എങ്ങനെയാണ്. അവിടെ നമ്മൾ പ്രമാണാസിനെ പറ്റി പഠിക്കും. പ്രമാണാസ് 6 ടൈപ്സ് ഓഫ് പ്രമാണാസ് ആണുള്ളത്. ഒന്ന് പ്രത്യക്ഷ, ദെൻ അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപത്തി, അനുപലബ്ധി. ഇതിൽ തന്നെ അനുമാനയാണ് ഇൻഫറൻസ്, അതായത് നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്സ് ഫ്രെയിം ചെയ്യുന്നതും ആർഗ്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട ഏരിയയും ഒക്കെ അനുമാനയുമായി ബന്ധപ്പെട്ടാണ്. സോ അനുമാനയ്ക്ക് നമ്മൾ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കും. അനുമാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് സ്ട്രക്ചറിനെ പറ്റി മനസ്സിലാക്കണം. ദെൻ വ്യാപ്തി എന്താണ്, ഹേതുഭാഷാസ് എന്താണ്. വെസ്റ്റേൺ ലോജിക്കിലെ ഫാലസിയാണ് ഇന്ത്യൻ ലോജിക്ക് പ്രകാരം ഹേതുഭാഷാസ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. ലെറ്റ് മീ ടെൽ യു, ലോജിക്കൽ റീസണിങ് ഏരിയ നമ്മളെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. ഗിവൺ ദാറ്റ് ഈ തന്നിരിക്കുന്ന സിലബസിലെ ഓരോ കൺസെപ്റ്റും എന്താണെന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അതിനകത്ത് നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചോദിക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ലോജിക്കൽ റീസണിങ് ഈസ് എ സിമ്പിൾ സബ്ജക്റ്റ്. മറ്റ് സബ്ജക്റ്റുകൾ പോലെ കുറച്ചുകൂടി ഡെപ്തായിട്ട് പോകാനോ വളരെ വാസ്റ്റായിട്ടുള്ള സിലബസിൽ പറയുന്നതിൽ നിന്നും മീനിങ് ഉൾക്കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതകളില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കൺസെപ്റ്റ്, ഇപ്പോൾ പ്രത്യക്ഷയാണെങ്കിൽ പ്രത്യക്ഷയുമായി ബന്ധപ്പെട്ട് ബേസിക് കൺസെപ്റ്റ്സ് ആണ് നോർമലി നമ്മളോട് ചോദിക്കുക. ദെൻ ടൈപ്സ് ഓഫ് പ്രത്യക്ഷ, അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അനുമാനമായാലും അതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അനുമാന സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതേപോലെ ഫാലസി, ഹേതുഭാഷയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. സോ തന്നിരിക്കുന്ന ഏരിയ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് മനസ്സിലാക്കുകയാണെങ്കിൽ സിലബസിൽ നിന്ന് തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ രീതിയിലുള്ള ഒരു ടോപ്പിക് ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. അതായത് നമ്മളോട് ജനറൽ പേപ്പറിൽ ടോട്ടൽ 10 യൂണിറ്റുകളിൽ നിന്നും ഓരോ യൂണിറ്റുകളിലും 5 ക്വസ്റ്റ്യൻസ് വീതമാണ് നോർമലി കാണാറ്. ഈ 5 ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ലോജിക്കൽ റീസണിങ് ഏരിയയിൽ 5 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ 5ൽ 4 റൈറ്റ് ആൻസേഴ്സ് മിനിമം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. അതായത് കൃത്യമായിട്ട് പഠിക്കണം. ഈ സിലബസിൽ പറയുന്ന എല്ലാ ആസ്പെക്ട്സും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 4 ഔട്ട് ഓഫ് 5 അല്ലെങ്കിൽ 5 ഔട്ട് ഓഫ് 5 കൃത്യമായിട്ട് കിട്ടാവുന്ന ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. ഇപ്പോൾ സ്കോറിങ് ഏരിയ ആണെന്ന് പറയാം. അറ്റംപ്റ്റ് ചെയ്യുന്ന 99% ആളുകളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഏരിയയാണ്. സോ ബാക്കിയുള്ള 1%-നുള്ളിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ബെനിഫിഷ്യലുമാണ്. ഓക്കെ, അത്തരത്തിൽ സിഗ്നിഫിക്കൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ്. സോ സിലബസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ സിലബസിലെ തന്നെ 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന 5 ടോപ്പിക്കുകൾ ഇവയാണ്. ഒന്ന് ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്സ്, എലമെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ദെൻ ഫാലസി എന്ന് പറഞ്ഞാൽ എറർ ഇൻ റീസണിങ് ആണ്. എറർ എന്ന് പറയുമ്പോൾ ഇത് ഫോർമൽ ഫാലസിയും ഇൻഫോർമൽ ഫാലസീസും ഉണ്ട്. സോ ഫോർമൽ ഫാലസിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സുകൾ, അതേപോലെ ടൈപ്സ് ആണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അതേപോലെ ഇൻഫോർമൽ ഫാലസീസ് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇൻഫോർമൽ ഫാലസീസ് ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 20-25 ഫാലസീസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന ഒരു ഏരിയയാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ. അതിൽ കോൺട്രറി, കോൺട്രാഡിക്ടറി, സബ് കോൺട്രറി, സബ് ഓൾട്ടർനേഷൻ പോലുള്ള റിലേഷൻ എന്താണ്, ഏത് 2 ആർഗ്യുമെൻറ്റ്സ് ആണ്, ഏത് 2 പ്രെമിസുകളാണ് കോൺട്രറി ആയിട്ട് വരുന്നത്,
ഏത് രണ്ട് പ്രമിസുകളാണ് കോൺട്രാഡിക്ടറി ആയിട്ട് വരുന്നത് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ദെൻ പ്രമാണാസ് ആണ്, ഓൾറെഡി പറഞ്ഞു 6 പ്രമാണാസ് ആണുള്ളത്. പ്രത്യക്ഷ, അനുമാന, അർത്ഥപത്തി, അനുപലബ്ധി, ശബ്ദ തുടങ്ങിയിട്ടുള്ള 6 പ്രമാണാസ് ആണുള്ളത്. പ്രമാണാസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അനുമാനയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബിക്കോസ് നമ്മളുടെ ലോജിക്കൽ കൺസെപ്റ്റ് എല്ലാം വരുന്നത് ഈ ഒരു പ്രമാണയിലാണ്. സോ അനുമാനിക്ക് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുത്തു വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. സോ ലെറ്റ് മി ടെൽ യു, ലോജിക്കൽ റീസണിങ്ങിലെ ഏരിയാസ് എല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് പുതിയതാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് എക്സാം എഴുതുന്ന ഏതൊരു വ്യക്തിക്കും ലോജിക്കൽ റീസണിങ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ന്യൂ. അതുകൊണ്ട് തന്നെ ഈ ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺട്രറി, കോൺട്രാഡിക്റ്ററി, അതേപോലെ ഫാലസീസ്, ആർഗ്യുമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ടേംസ് എല്ലാം നമ്മളെ സംബന്ധിച്ച് ഒരു പരിധിവരെ പുതിയതായിരിക്കും. അപ്പോൾ ഒരു ഫ്രഷ് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന സിഗ്നിഫിക്കൻസോടുകൂടി ഈ ഒരു ഏരിയ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നല്ല ഹൈ സ്കോറിങ് ഏരിയ ആയിട്ട് നമുക്കിതിനെ പറയാൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ഇന്ന് ഈ ഒരു സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർഗ്യുമെൻസിനെ പറ്റിയാണ്. ഏറ്റവും ബേസിക് ടോപ്പിക്. അതായത് ലോജിക്കൽ റീസണിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് ആർഗ്യുമെൻറ്റ്സ് ആണ്. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കണക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു സെറ്റാണ്. ലൈക്ക് 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു കൺക്ലൂഷൻ പറയുന്നു, അതിൽ നിന്നും എടുക്കുന്ന ഒരു കൺക്ലൂഷൻ. ഓക്കെ, ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, സോ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഇങ്ങനെ നമ്മളൊരു കണക്റ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ എടുക്കുന്നു, അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നു. അതിനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓൾ മെൻ ആർ മോർട്ടൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ സോക്രട്ടീസ് ഈസ് എ മാൻ. ഓക്കെ, ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ. അതുകൊണ്ട് എന്ത് നമുക്ക് പറയാൻ സാധിക്കും? അതുകൊണ്ട് സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയാൻ സാധിക്കും. റൈറ്റ്, ഇവിടെ നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നതാണ്. എല്ലാ മനുഷ്യരും മോർട്ടലാണെങ്കിൽ സോക്രട്ടീസും ഒരു മനുഷ്യനാണെങ്കിൽ സോക്രട്ടീസ് എന്ന് പറയുന്നത് ഒരു മോർട്ടൽ വ്യക്തിയായിരിക്കും. ഓക്കെ, ഇവിടെ ഈ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകൾ, ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും നമ്മൾ എൻറ്റൈൽ ചെയ്തെടുക്കുന്ന ഒന്നാണ് നമ്മളുടെ കൺക്ലൂഷൻ. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ പ്രെമിസ് എന്ന് പറയും. പ്രെമിസുകളെല്ലാം ഡിക്ലറേറ്റീവ് ആണ്. ഓൾ മെൻ ആർ മോർട്ടൽ ഡിക്ലെയർ ചെയ്യുവാണ്. അതേപോലെ സോക്രട്ടീസ് ഇസ് എ മാൻ, ഇതും ഡിക്ലറേറ്റീവ് ഇൻ നേച്ചറാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കാം. പ്രെമിസസ് എന്നോ പ്രപ്പോസിഷൻസ് എന്ന് കൂടിയോ വിളിക്കാം. ഓക്കെ, സോ ഈ രണ്ടും ഓർക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ്, ഡിക്ലറേറ്റീവായ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പ്രെമിസസ് ഓർ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ആ പ്രെമിസുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതിനെയാണ് നമ്മളുടെ ഇൻഫറൻസ് ഓർ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രെമിസ്, അതിൽ നിന്നെടുക്കുന്ന കൺക്ലൂഷൻ, ഇത് രണ്ടും ചേരുന്നതാണ് ഒരു ആർഗ്യുമെൻറ്റ്. സോ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓർക്കേണ്ടത്, ആർഗ്യുമെൻറ്റ് ഈസ് എ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രെമിസുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ കൺക്ലൂഷൻസും ഉണ്ടാവും. സോ എ പ്രെമിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ലീഡ്സ് ടു ആർഗ്യുമെൻറ്റ്സ് കൺക്ലൂഷൻ. പ്രെമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് വിൽ ലീഡ് അസ് ടു ദി കൺക്ലൂഷൻ. നമ്മളെ ആ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പ്രെമിസ് എന്ന് പറയുന്നത്. അതേസമയം കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് റീസൺഡ് ഓർ ഇൻഫേർഡ് ഫ്രം ദി ആർഗ്യുമെൻറ്റ്സ് പ്രെമിസസ്. ആർഗ്യുമെൻറ്റിൻ്റെ പ്രെമിസുകളിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്യുന്ന, എൻറ്റൈൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും എടുക്കുന്ന, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒന്നാണ് നമ്മളുടെ കൺക്ലൂഷൻ. സോ കൺക്ലൂഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് റീസൺഡ് ഓർ ഇൻഫേർഡ് ഫ്രം ദി ആർഗ്യുമെൻറ്റ്സ് പ്രെമിസസ്. ആർഗ്യുമെൻറ്റ്സ് ആർ ഇൻഫറൻഷ്യൽ, they intend to infer something. So a conclusion also referred to as an inference. അതൊരു ഇൻഫറൻസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഫറൻഷ്യൽ ആയതുകൊണ്ട് നമ്മളതിനെ കൺക്ലൂഷൻ ഓർ ഇൻഫറൻസ് എന്ന് പറയും. സോ 3 ടേമുകൾ. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് പ്രെമിസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഡിക്ലറേറ്റീവ് ആയതുകൊണ്ട് ഇതിനെ പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കും. അതേപോലെ കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ എന്തുകൊണ്ട് ഇൻഫറൻസ് എന്ന് വിളിക്കുന്നു? ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ ഇവ ചേർന്നതാണ് ഒരു ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇത്രയും ഓർക്കുക. ഇനി ആർഗ്യുമെൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിനെ പറ്റിയാണ്. സോ എന്താണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്? an argument where the conclusion follows validity from the premises. In other words, an argument where the truth of the premises guarantees the truth of the conclusion. അതായത്
നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു ആർഗ്യുമെൻ്റ്, ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതിൽ നിന്നും കാര്യം മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ എഴുതിയ അതേ എക്സാമ്പിളാണ്. ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, സോ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. നമുക്കിവിടെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ സ്പെസിഫിക്കിലേക്ക് എത്തുവാണ്. ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് എത്തുവാണ്. ഓക്കെ, അതായത് ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാം ഓൾ മെൻ ആർ മോർട്ടൽ, ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരു ജനറലൈസേഷനിൽ നിന്നും നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള സോക്രട്ടീസിനെ പറയുന്നു, സോക്രട്ടീസ് മോർട്ടലാണെന്ന് പറയുന്നു. സോ ഓൾറെഡി നോൺ ആയിട്ടുള്ള ഒരു ട്രൂത്തിൽ നിന്നും അതിൻ്റെ ഒരു എലമെൻ്റ് എടുത്ത് അതും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. സോ കൺക്ലൂഷൻ, അതായത് ആർഗ്യുമെൻറ്റ്സ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആയിരിക്കും. ബിക്കോസ് ആർഗ്യുമെൻറ്റ്സ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ടാണ് കൺക്ലൂഷൻ പറയുന്നത്. അതുകൊണ്ട് ട്രൂത്ത് ഓഫ് ദി കൺക്ലൂഷൻ ഗ്യാരൻറ്റീസ് ദി ട്രൂത്ത് ഓഫ് ദി പ്രപ്പോസിഷൻ ഗ്യാരൻറ്റീസ് ദി ട്രൂത്ത് ഓഫ് കൺക്ലൂഷൻ, ഓർ ട്രൂത്ത് ഓഫ് ദി പ്രെമിസ് ഗ്യാരൻറ്റീസ് ട്രൂത്ത് ഓഫ് കൺക്ലൂഷൻ. ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുക. an argument where truth of the premises guarantee the truth of the conclusion, it is called deductive argument. അതായത് premise ട്രൂ ആണെങ്കിൽ, ഇപ്പോൾ ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ തന്നിരിക്കുന്ന നമ്മളുടെ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും. ഓക്കെ, premise പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ട്രൂ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കൺക്ലൂഷൻ ഫോളോ ചെയ്യും. അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റിനെയാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ in the example, the premise all men are mortal and Socrates is a man give a guarantee to the truth of conclusion. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ പറയുന്ന premise ട്രൂ ആണെങ്കിൽ it gives us a guarantee that the conclusion will be true. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൻ്റെ ക്വാളിറ്റിയെ നമ്മൾ വാലിഡിറ്റി എന്ന് പറയും. സോ ഇറ്റ് ഈസ് ദി ആട്രിബ്യൂട്ട് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. നമ്മൾ ഒരിക്കലും ഒരിടത്തും ലോജിക്കുമായി ബന്ധപ്പെട്ട് ട്രൂത്ത്ഫുൾനെസ്സോ ഫോൾസിറ്റിയോ പറയില്ല. ലോജിക്കൽ വാലിഡിറ്റിയും ഇൻവാലിഡിറ്റിയുമാണ് പറയുന്നത്. ഇറ്റ് മേ ബി either വാലിഡ് ഓർ ഇൻവാലിഡ്. ഓക്കെ, ഓർക്കുക. ബിക്കോസ് നമ്മളിപ്പോൾ പറയുവാണ് ഓൾ ഡോഗ്സ് ആർ ക്യാറ്റ്സ്, ട്രൂ ആണോ? അല്ല. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ആർഗ്യുമെൻ്റ് പ്രകാരം ഇപ്പോൾ ഓൾ ഡോഗ്സ് ആർ ക്യാറ്റ്സ്, ഓൾ ക്യാറ്റ്സ് ആർ മാമൽസ്, ദെയർഫോർ ഓൾ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രെച്ചറിൽ അത് ഫോളോ ചെയ്യും. അതിനുള്ള റീസൺ ഞാൻ കാണിച്ചു തരാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ നിങ്ങൾ ഓർക്കേണ്ടതാണ്, വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പ്രെമിസുകൾ വച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന കൺക്ലൂഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് വാലിഡ്. ഇവിടെ തന്നിരിക്കുന്ന പ്രെമിസുകൾ എന്താ? ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് എടുക്കാവുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള കൺക്ലൂഷനാണ് സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ സ്ട്രെച്ചറും വാലിഡിറ്റി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നാണ് പറയുന്നത്. അല്ലാതെ വെദർ ദി ആർഗ്യുമെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഒരിടത്തും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അത് ഓർത്തേക്കുക. സോ വാലിഡിറ്റി ഈസ് ദി ആട്രിബ്യൂട്ട് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ദാറ്റ് ഡിനോട്ട്സ് ലോജിക്കൽ സ്ട്രെങ്ത്. ലോജിക്കലി അത് സ്ട്രോങ് ആണെങ്കിൽ, ആർഗ്യുമെൻറ്റ് ലോജിക്കലി സ്ട്രോങ് ആണ്, ഹോൾഡ് ചെയ്യുമെങ്കിൽ അതിനെ നമ്മൾ പറയും ദിസ് ആർഗ്യുമെൻറ്റ് ഈസ് വാലിഡ്. ഇപ്പോൾ സ്ട്രോങ് അല്ലെങ്കിൽ വിൽ സേ ദിസ് ആർഗ്യുമെൻറ്റ് ഈസ് നോട്ട് വാലിഡ്. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഈസ് വാലിഡ് വെൻ, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് നമ്മൾ വാലിഡ് ആക്കുന്ന രണ്ട് സിറ്റുവേഷനിലാണ്. ഒന്നാമതായിട്ട്, ഫസ്റ്റ് വി നീഡ് ടു അസ്യൂം ദാറ്റ് പ്രെമിസസ് ആർ ട്രൂ ഈവൻ ഇഫ് ദേ ആർ നോട്ട് അസ്യൂം ദാറ്റ് ദേ ആർ ട്രൂ. ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ ട്രൂ ആർഗ്യുമെൻറ്റ്, റൈറ്റ്? പക്ഷേ ട്രൂ അല്ലെങ്കിൽ കൂടി നമ്മൾ അസ്യൂം ചെയ്യാതെ ശരിയാണ്. ഓക്കെ, അത് ശരിയാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ആ കൺക്ലൂഷൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും കൺക്ലൂഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ then the argument follows. Okay, so then ask yourself whether the conclusion need to be true assuming the premises are true. ആ തന്നിരിക്കുന്ന പ്രെമിസസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിൽ നിന്നും എടുക്കാവുന്ന ഒരു കൺക്ലൂഷൻ ആണോ എങ്കിൽ ആർഗ്യുമെൻറ്റ് വാലിഡ് ആണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ബൈ ഗിവിങ് യു ആൻ എക്സാമ്പിൾ. സി, രണ്ട് പ്രെമിസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്, ഓൾ ഡ്രാഗൺസ് ആർ ബേഡ്സ്. കണ്ടോ? ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ് ശരിയാണോ? ട്രൂ ആണോ എന്ന് വെച്ചാൽ ട്രൂ അല്ല. പക്ഷേ നമ്മളിവിടെ ട്രൂ ആണെന്നങ്ങ് അസ്യൂം ചെയ്യുക. തന്നിരിക്കുന്ന ഒന്നാം സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ, അതേപോലെ ഓൾ ഡ്രാഗൺസ് ആർ ബേഡ്സ് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ, എല്ലാ ഡോഗ്സും ഡ്രാഗണകത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡ്രാഗണും ബേഡ്സിനകത്താണ്. സോ ഡോഗ്സ് എന്ന് പറയുന്ന ഡ്രാഗണും ബേഡ്സിനകത്ത് വരണ്ടേ? അതാണ് നമ്മളുടെ കൺക്ലൂഷൻ പറയുന്നത്, ഓൾ ഡോഗ്സ് ആർ ബേഡ്സ്.
അതൊരു വെൻ ഡയഗ്രം വരച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ വെൻ ഡയഗ്രം ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്. എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എല്ലാ ഡോഗ്സിനെയും ഡ്രാഗൺ അകത്ത് വരയ്ക്കും. ഓക്കെ, എല്ലാ ഡോഗ്സും ഡ്രാഗൺ അകത്തായിട്ട് വരച്ചു. ഇനി ഓൾ ഡ്രാഗൺസ് ആർ ബേഡ്സ്. എല്ലാ ഡ്രാഗണും ബേഡ്സ് ആണ്. സോ ഡ്രാഗണെ പൂർണ്ണമായിട്ടും ബേഡ്സിനകത്തായിട്ട് വരയ്ക്കാം. സി, ഇപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. നമുക്ക് ഈ എടുത്തിരിക്കുന്ന കൺക്ലൂഷൻ കിട്ടില്ലേ? ഓൾ ഡോഗ്സ് ആർ ബേഡ്സ്. ബേഡ്സിനകത്താണ് ഡോഗ്സ് വന്നിരിക്കുന്നത്. കണ്ടോ, ബേഡ്സിനകത്താണ് ഡോഗ്സ് വന്നിരിക്കുന്നത്. സോ എല്ലാ ഡോഗ്സും ബേഡാണ് എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ ഇത് വാലിഡ് ആണ്, ട്രൂ അല്ല. ഇറ്റ് ഈസ് എ വാലിഡ് ആർഗ്യുമെൻറ്റ്. ഇവിടെ നമ്മൾ ട്രൂത്ത്ഫുൾനെസ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ വാലിഡിറ്റി എപ്പോഴും പറയുന്നത്. സോ ദിസ് ഈസ് എ വാലിഡ് ആർഗ്യുമെൻറ്റ് ബിക്കോസ് ഇഫ് ഓൾ ദി പ്രമിസസ് വെയർ ട്രൂ then the conclusion that would follow by necessity. Premises true ആണെങ്കിൽ കൺക്ലൂഷൻ ഡെഫിനറ്റ് ആയിട്ടും ട്രൂ ആയിരിക്കണം. വാലിഡിറ്റി ഈസ് അബൌട്ട് ദി ഫോം ഓഫ് ദി ആർഗ്യുമെൻറ്റ്, നോട്ട് അബൌട്ട് ദി ട്രൂത്ത് ഓഫ് ദി പ്രമിസസ്. വാലിഡിറ്റി കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ അത് അതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നമുക്ക് പ്രമിസസ് ട്രൂ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, സോ അതാണ് ആദ്യത്തെ ടൈപ്പ്, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി. അതായത് ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ സ്പെസിഫിക്കിലേക്ക് വരുവാണ്. അതാണ് ഡിഡക്റ്റീവ് റീസണിങ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിലോ, ആൻ ആർഗ്യുമെൻറ്റ് വെയർ ദി പ്രമിസസ് പോയിൻറ്റ്സ് സെവറൽ കേസസ് ഓഫ് സം പാറ്റേൺ ആൻഡ് ദി കൺക്ലൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദിസ് പാറ്റേൺ വിൽ ഹോൾഡ് ഇൻ ജനറൽ. ഓക്കെ, I'll show you one example. See, we have seen 1,000 swans. നമ്മൾ 1000 സ്വാൻസിനെ കണ്ടു. ലോകത്തുള്ള എല്ലാത്തിനെയും കണ്ടോ? ഇല്ല. സ്പെസിഫിക് ആയിട്ട് നമ്മൾ കണ്ടത് 1000 സ്വാൻസിനെയാണ്. ആ 1000 സ്വാൻസിനെ കണ്ടതിന് ശേഷം എന്തു പറയുകയാണ്? ഓൾ ഓഫ് ദം ഹാവ് ബീൻ വൈറ്റ്. ഈ കണ്ട 1000 ഹംസങ്ങളും വൈറ്റ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു ലോകത്തുള്ള എല്ലാ സ്വാൻസും വൈറ്റാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളിപ്പോൾ റിസർച്ച് പർപ്പസിന് വേണ്ടിയൊക്കെ സാമ്പിൾ ചെയ്യില്ലേ? സാമ്പിൾ ചെയ്യുമ്പോൾ ഒരു പോപ്പുലേഷൻ്റെ ഫീച്ചേഴ്സ് മൊത്തമായിട്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. ആ സാമ്പിളിൻ്റെ ക്വാളിറ്റി എടുത്തിട്ട് അത് പോപ്പുലേഷനും ഉണ്ടെന്ന് പറയും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ വി ഹാവ് സീൻ 1000 സ്വാൻസ്. 1000 അരയന്നങ്ങളെ കണ്ടു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു ഈ കണ്ടവയെല്ലാം വൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ലോകത്തുള്ളവയെല്ലാം വൈറ്റാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. സോ സ്പെസിഫിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ജനറലൈസ് ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റും ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് എപ്പോഴും ട്രൂ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല കൺക്ലൂഷൻ്റെ. വെറാസ് ഡിഡക്റ്റീവ് റീസണിങ് ആണെങ്കിൽ തന്നിരിക്കുന്ന പ്രെമിസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആകും. പക്ഷേ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ കണ്ട 1000 അരയന്നങ്ങൾ വൈറ്റ് ആയിരുന്നു. ഇതിൽ നിന്നും ലോകത്തുള്ള എല്ലാ അരയന്നങ്ങളും വൈറ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ദർ മേ ബി എ ബ്ലാക്ക് സ്വാൻ. അങ്ങനെ വരുമ്പോൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഫോളോ ചെയ്യണമെന്നില്ല. സോ ദർ ഇസ് ഒരു സർട്ടനിറ്റി വിൽ നോട്ട് ബി ദർ. ഓക്കെ, അതാണ് ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി. സോ ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ആട്രിബ്യൂട്ടിനെ നമ്മൾ കൊജൻസി എന്ന് പറയും. ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ആട്രിബ്യൂട്ടാണ് വാലിഡിറ്റി. ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ആട്രിബ്യൂട്ടാണ് കൊജൻസി എന്ന് പറയുമ്പോൾ അതായത് ദി ആട്രിബ്യൂട്ട് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ദാറ്റ് ഡിനോട്ട്സ് ദി ട്രൂത്ത് ഓഫ് ഇറ്റ്സ് പ്രമിസസ് ആൻഡ് ദി ട്രൂത്ത് ഓഫ് ആൻഡ് ഇറ്റ്സ് ലോജിക്കൽ സ്ട്രെങ്ത്. ഇറ്റ് ഈസ് ദി ആട്രിബ്യൂട്ട്. ആർഗ്യുമെൻറ്റ് ട്രൂ ആണ്, അതേപോലെ തന്നെ ഇറ്റ് ഈസ് ലോജിക്കലി സ്ട്രോങ്. ഓക്കെ, നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ സർട്ടനിറ്റിയോടുകൂടി പറയാൻ സാധിക്കില്ല, പക്ഷേ പ്രോബബിലിറ്റിയോടുകൂടി പറയാൻ സാധിക്കും. അതായത് നമ്മൾ കണ്ട 1000 എണ്ണം ഇങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാം പ്രോബബ്ലി ഇങ്ങനെയായിരിക്കും എന്ന് പറയാൻ സാധിക്കും. സർട്ടനിറ്റിയോടുകൂടി പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ലോജിക്കലി സ്ട്രോങ് ആണ്, ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആണെങ്കിൽ അതിനെ നമ്മൾ കൊജൻ്റ് ആണെന്ന് പറയും. സോ ആൻ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഈസ് കൊജൻ്റ്. കൊജൻ്റ് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ്ലി സ്ട്രോങ്. തന്നിരിക്കുന്ന ആർഗ്യുമെൻറ്റ് പോസിബിലിറ്റി ഈസ് ദർ. ഇൻഡക്റ്റീവ് ചെയ്തിരിക്കുന്ന രീതി ഓക്കെയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഓൾ ട്രൂ പ്രമിസസ്. തന്നിരിക്കുന്ന പ്രമിസുകളെല്ലാം ട്രൂവുമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് ലോജിക്കലി കൊജൻ്റ് ആണെന്ന് പറയും. സോ പ്രമിസ് 1 പറയുന്നത് യൂറോപ്പ ഹാസ് ആൻ അറ്റ്മോസ്ഫിയർ കണ്ടെയ്നിങ് ഓക്സിജൻ. ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂറോപ്പയ്ക്ക് ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇറ്റ്സ് എ
ഇറ്റ്സ് എ ഗ്ലോബ് ലൈറ്റ്. അതിന് ഇതൊരു ഗ്ലോബാണ്, അപ്പോൾ ഭൂമി പോലെ. അപ്പോൾ അതിന് യൂറോപ്പ എന്ന് പറയുന്ന ഇതിന് ഭൂമിക്ക് തുല്യമായിട്ടൊരു ഓക്സിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. ദെൻ premise 2 പറയുന്നത് ഓക്സിജൻ ഈസ് റിക്വയർഡ് ടു ലൈഫിന് വേണമെങ്കിൽ ഓക്സിജൻ ഉണ്ടാവണം. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ ദർ മേ ബി ലൈഫ് ഓൺ യൂറോപ്പ. ദർ ഈസ് ലൈഫ് എന്നല്ല ഇവിടെ പറയുന്നത്, ദർ മേ ബി ഓർ പ്രൊബബ്ലി ദർ ഇസ് എ ചാൻസ് ലൈഫ് ഓൺ യൂറോപ്പ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊജൻ്റ് ആണ്, ബിക്കോസ് തന്നിരിക്കുന്ന രണ്ട് പ്രമിസുകളും ട്രൂ ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻ ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഇസ് ദർ. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ലോജിക്കലി കോജൻ്റ് എന്ന് പറയുന്നത്. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് പറഞ്ഞു, വാലിഡിറ്റിയെ പറ്റി പറഞ്ഞു, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് പറഞ്ഞു, കോജൻസിയെ പറ്റി പറഞ്ഞു. ദർ ആർ ബേസിക്കലി ഈ രണ്ട് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻ്റ് ആണ് ഉള്ളതെങ്കിലും ദർ ആർ അതർ ടൈപ്സ് ടു. ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ടൈപ്പായിട്ട് പറയുന്ന അബ്ഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്. അബ്ഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് ആണ്. ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് ഒരു ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഒബ്സർവ് ചെയ്യുകയാണ്. ഇതിനെയാണ് അബ്ഡക്റ്റീവ് എന്ന് പറയുന്നത്. അബ്ഡക്റ്റീവ് റീസണിങ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഫറൻസ് ടു ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓർ മേക്കിംഗ് എഡ്യൂക്കേറ്റഡ് ഗസ്. ആ ഗീവൺ സിറ്റുവേഷനിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ഗസസ് നടത്തുന്നു. തന്നിരിക്കുന്ന സിറ്റുവേഷൻ വെച്ചിട്ട് ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അബ്ഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്. പ്രോബ്ലം സോൾവിങ്ങിനും സയൻറ്റിഫിക് എൻക്വയറിക്കും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഐ വിൽ ഗിവ് യു വൺ എക്സാമ്പിൾ. സി, ഒരു എക്സാമ്പിൾ പറയാം അബ്ഡക്റ്റീവ് റീസണിങ്ങിന്. യു ഫൈൻഡ് യുവർ ഫ്രണ്ട് ഡോർ അജാർ, യുവർ ബിലോങ്ങിങ്സ് ആർ സ്കാറ്റേഡ് ഇൻസൈഡ്. ഒബ്സർവ് ചെയ്തു, നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ വീട് തുറന്നു കിടക്കുകയാണ്. പൂട്ടിയിട്ട് പുറത്തു പോയതാണ്, പക്ഷെ തിരിച്ചു വന്നപ്പോൾ വീട് തുറന്നു കിടക്കുന്നു. തുറന്നു കിടക്കുന്നതിൽ നിന്നും നമ്മൾ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടതായിട്ട് കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് റീസൺ ചെയ്യാം? യു ക്യാൻ ഹൈപ്പോത്തസൈസ് ദാറ്റ് ദെയർ ഹാസ് ബീൻ എ ബ്രേക്ക് ഇൻ. ഇതൊരു ലോജിക്കലി ഗസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്, ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് പറയാം. ഗീവൺ സിറ്റുവേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഡോറ് തുറന്നു കിടക്കുന്നു, സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇടുകയാണെങ്കിൽ അവിടെയുള്ള ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരോ കയറിയിട്ടുണ്ട്, ഒരു കള്ളൻ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ നമ്മൾ റീസൺ ചെയ്യുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ഗസസ് നടത്തുന്നതിനെയാണ് ഈ അബ്ഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പാണ് അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്. അനലോജിക്കൽ ആർഗ്യുമെൻറ്റ് ഡ്രോ പാരലൽസ് ബിറ്റ്വീൻ ടു ഓർ മോർ സിറ്റുവേഷൻ ഓർ കേസ് ടു ആർഗ്യൂ that if they are similar in certain aspects, they are likely to be similar in other aspects as well. രണ്ട് ഇവൻറ്റുകൾ സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സിറ്റുവേഷനിൽ രണ്ട് ഇവൻറ്റുകൾ സിമിലർ ആണെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലും ഈ രണ്ട് ഇവൻറ്റുകൾ സിമിലർ ആകാം എന്ന് അനലൈസ് ചെയ്യുന്നതാണ് ആർഗ്യുമെൻറ്റ്. റിലേറ്റ് ചെയ്തിട്ടാണ്, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഐ വിൽ ഗിവ് യു വൺ എക്സാമ്പിൾ. സി, ഹ്യൂമൻ ഹാർട്ട് ഫങ്ഷൻ സിമിലർലി ടു എ പമ്പ്. കണ്ടോ, ഒരു അനലോജി അവിടെ ഉണ്ട്. ഹ്യൂമൻ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നത് പമ്പ് പോലെയാണെന്നൊരു അനലോജി പറഞ്ഞു. ആ അനലോജി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടാമത് പറയുകയാണ്, സോ ജസ്റ്റ് ലൈക്ക് എ പമ്പ് ഇറ്റ് ക്യാൻ ഫെയിൽ, ഹ്യൂമൻ ഹാർട്ട് ക്യാൻ ഓൾസോ ഫെയിൽ. രണ്ട് സിറ്റുവേഷൻ, ആദ്യത്തെ സിറ്റുവേഷൻ അത് ഒരേപോലെ ആയതുകൊണ്ട് രണ്ടാമത്തെ സിറ്റുവേഷനും അതേപടി തന്നെ ഫോളോ ചെയ്യും എന്ന് പറയുന്നതാണ് അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, സോ അനലോജിക്കൽ ആർഗ്യുമെൻറ്റ് പറഞ്ഞു. അടുത്തത് കോസൽ ആർഗ്യുമെൻ്റ് ആണ്. Causal argument establish cause and effect relationship between events and variable. One thing is related to another. ഒന്ന് കാരണം മറ്റൊന്നുണ്ടായി എന്ന് പറയുന്ന രീതിയിലാണ് ആർഗ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ കോസൽ ആർഗ്യുമെന്റ് എന്ന് പറയും. They argue that one event or action led to another. Okay, let me show you one example. Smoking is a known cause for lung cancer. ഒരു കോസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലോ. Therefore, if someone smokes heavily, they are at the higher risk of developing lung cancer. സ്മോക്കിംഗ് എന്ന് പറയുന്നത് ലങ് ക്യാൻസറിൻ്റെ ഒരു കോസാണ്. കോസ് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഒരുപാട് വലിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലങ് ക്യാൻസർ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ വെച്ചുകൊണ്ട് ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ കോസൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. സോ ദീസ് ആർ ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സിനെ ബേസിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തായിട്ടാണ്? ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് എന്നാണ്. അതിനുശേഷം അബ്ഡക്റ്റീവ്, കോസൽ, ദെൻ അതേപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റി നമ്മൾ പറയുന്നു. അടുത്തത് മോറൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. മോറൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആർഗ്യുമെൻറ്റ്. എത്തിക്കൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പൊസിഷൻ ശരിയാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ മോറൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. ലൈക്ക് ഇറ്റ് ഈസ് മോറലി റോങ് ടു സ്റ്റീൽ ഫ്രം അതേഴ്സ്. ഒരു മോറൽ പ്രിൻസിപ്പിൾ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറയുന്നത് മോറലി റോങ് ആണ്. ദെൻ therefore someone stealing someone's property is unethical and should be condemned. കണ്ടോ,
മറ്റൊരാളുടെ നിന്ന് മോഷ്ടിക്കുക എന്ന് പറയുന്നത് അൺഎത്തിക്കലാണ്. അതുകൊണ്ടത് കണ്ടന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ മോറലി റോങ് ആയിട്ടുള്ള ഒരു മോറൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം ശരിയാണ് എന്ന് ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മോറൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ്. ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് പ്രസൻസ് കണ്ടീഷണൽ സിറ്റുവേഷൻ. കണ്ടീഷനിലാണ് മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ പോകും. അത്തരത്തിലൊരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈഫ് സിറ്റുവേഷൻ ഈസ് ദെയർ. വാട്ട് ഈഫ് ഈ ഒരു സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ വരും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ, ഒരു കണ്ടീഷൻ പറഞ്ഞല്ലോ, ദെൻ ദി പിക്നിക് വിൽ ബി ക്യാൻസൽഡ്. കൺക്ലൂഷൻ. സി, ഒരു കണ്ടീഷണൽ പ്രിമൈസ് ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നെക്സ്റ്റ് വൺ ഈസ് ഫാലീഷ്യസ് ആർഗ്യുമെൻറ്റ്. ഫാലീഷ്യസ് ആർഗ്യുമെൻറ്റ്സ് കണ്ടെയ്ൻ എറേഴ്സ് ഇൻ റീസണിങ്. എറർ, നമ്മൾ റീസൺ ചെയ്തതിനകത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ആർഗ്യുമെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ അത്തരം ആർഗ്യുമെൻറ്റ്സിനെയാണ് ഫാലസി ഓർ ഫാലീഷ്യസ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ഫാലസീസ് ഉണ്ട്. ഇവയെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുമുണ്ട്. സോ അഡ് ഹോമിനം അറ്റാക്ക്, സർക്കുലർ റീസണിങ്, ഫോൾസ് ഡിലേമ പോലുള്ള ഇൻഫോർമൽ ഫാലസീസും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഫോർമൽ ഫാലസീസും ഉണ്ട്. ഇവയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും വേണം. ഓക്കെ, ഫാലീഷ്യസ് മീൻസ് എറർ ഇൻ റീസണിങ്. ഓക്കെ, ബാൻഡ് വാഗൺ ഫാലസിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. യു ഷുഡ് ബൈ ദിസ് പ്രോഡക്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദി ബെസ്റ്റ് ഓൺ ദി മാർക്കറ്റ് ആൻഡ് എവരി വൺ ഈസ് ബൈയിങ് ഇറ്റ്. മറ്റുള്ളവരെല്ലാവരും വാങ്ങുന്നതുകൊണ്ട് നിങ്ങളും മേടിക്കണം. ഇതൊരു ഫാലസിയാണ്. ആ മീനിങ്ങിൽ വന്നിരിക്കുന്ന ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങളും ചെയ്യണം എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ്. അത്തരം ഫാലസീസ്, അത്തരം എറേഴ്സ് വരുവാണെങ്കിൽ അതിനെയാണ് ഫാലീഷ്യസ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യം നമ്മൾ കണ്ടത് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ അബ്ഡക്റ്റീവ്, അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ്, കോസൽ ആർഗ്യുമെൻറ്റ്സ്, മോറൽ ആർഗ്യുമെൻറ്റ്സ്, ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ്, ദെൻ ഫാലീഷ്യസ് ആർഗ്യുമെൻറ്റ്സ്. റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് ഇൻവോൾവ്സ് റീസണിങ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ടു എ മോർ ജനറൽ കൺക്ലൂഷൻ. സ്പെസിഫിക്കിൽ നിന്ന് ജനറലൈസ് ചെയ്യുവാണെങ്കിൽ അത്തരം ആർഗ്യുമെൻറ്റിനെ നമ്മൾ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് ഡസ് ദി കൺക്ലൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ട്രൂത്ത് ഓഫ് എ ഹൈപ്പോത്തറ്റിക്കൽ ഓർ കണ്ടീഷണൽ പ്രൊമൈസ്. ഹൈപ്പോത്തറ്റിക്കൽ ഓർ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് മഴ പെയ്യുവാണെങ്കിൽ ടൂർ ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെൻറ്റ്. വാട്ട് ഈസ് ദി പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫാലീഷ്യസ് ആർഗ്യുമെൻറ്റ്. ഫാലീഷ്യസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എറർ ഇൻ റീസണിങ്. മിസ്റ്റേക്ക് വരാം. ഓപ്ഷൻ സി ആണ് എറേഴ്സ് ഇൻ റീസണിങ് ഉള്ള ആർഗ്യുമെൻറ്റ് എന്നുള്ളതാണ് ഫാലീഷ്യസ് ആർഗ്യുമെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് യൂസസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ടു സപ്പോർട്ട് എ പൊസിഷൻ ഓർ ക്ലെയിം. എത്തിക്കൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊസിഷൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ മോറൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ദെൻ ഇൻ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, ഇഫ് ദി പ്രമിസസ് ആർ ട്രൂ, വാട്ട് ക്യാൻ ബി സെഡ് അബൌട്ട് ദി കൺക്ലൂഷൻ. ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്. പ്രമിസസ് ഗ്യാരൻറ്റീസ് ട്രൂത്ത് ഓഫ് കൺക്ലൂഷൻ, റൈറ്റ്. പ്രമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ സെർട്ടൻലി ട്രൂ ആയിരിക്കും. സോ കൺക്ലൂഷൻ ഈസ് ട്രൂ. പ്രോബബ്ലി അല്ല, സെർട്ടൻലി. ഡിഡക്റ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കും. ഓക്കെ, ഇൻ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് കൺക്ലൂഷൻ ഈസ്, കൺക്ലൂഷൻ എന്താണ്? സമ്മിങ് അപ്പ് ഓഫ് പ്രമൈസസ്, നോട്ട് നെസസറിലി ബേസ്ഡ് ഓൺ പ്രമൈസസ്, എൻറ്റൈൽഡ് ബൈ പ്രമൈസസ്, അഡീഷൻ ടു ദി പ്രമൈസസ്. അതായത് ഇത് സമ്മറി ഒന്നുമല്ല, നമുക്ക് തന്നിരിക്കുന്ന പ്രമിസുകളിൽ നിന്നും നമ്മൾ എൻറ്റൈൽ ചെയ്തെടുക്കുന്നതാണ്, ഇൻഫർ ചെയ്തെടുക്കുകയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് എൻറ്റൈൽഡ് ബൈ പ്രമിസസ്. പ്രമിസസിൽ നിന്നും ഇൻഫർ ചെയ്യുന്ന ഒന്നാണ്. സോ ദ റൈറ്റ് വേർഡ് ഈസ് എൻറ്റൈലിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡക്റ്റീവ് റീസണിങ് ഈസ് ബേസ്ഡ് അപ്പോൺ ഓർ പ്രീസപ്പോസസ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്താണ് പ്രീസപ്പോസ് ചെയ്യുന്നത്? അതായത് നമ്മൾ 100 അരയണ്ണങ്ങളെ കണ്ടു, അതല്ലെങ്കിൽ 1000 അരയണ്ണങ്ങളെ കണ്ടു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തുള്ള എല്ലാ അരയണ്ണങ്ങളും അതുപോലെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി പ്രീസപ്പോസിങ് യൂണിഫോമിറ്റി. ഓക്കെ, ഹോമോജിനിറ്റി, ഒരേ രീതിയിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് മറ്റുള്ളവയെല്ലാം. സോ യൂണിഫോമിറ്റി ഓഫ് നേച്ചർ ആണ് ഇവിടെ പ്രീസപ്പോസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ദെൻ സ്ട്രക്ചർ ഓഫ് ലോജിക്കൽ ആർഗ്യുമെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ. ലോജിക്കൽ ആർഗ്യുമെൻറ്റ് ഏത് തരത്തിലാണ്, ഏത് സ്ട്രക്ചറാണ്? ഫോർമൽ വാലിഡിറ്റി, മെറ്റീരിയൽ ട്രൂത്ത്, ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻ ആൻഡ് ആപ്റ്റ്നെസ് ഓഫ് എക്സാമ്പിൾ. സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോർമൽ വാലിഡിറ്റി. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് ആൻ ആർഗ്യുമെൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആർഗ്യുമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ? സോ ആർഗ്യുമെൻറ്റ് മേ ബി എയ്തർ വാലിഡ് ഓർ ഇൻവാലിഡ്. അല്ലാതെ ട്രൂ ഓർ ഫോൾസിറ്റി അവിടെ ഇല്ല. ഇതൊന്നെങ്കിൽ വാലിഡ് ആയിരിക്കും
അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഇറ്റ് ഈസ് എയ്തർ വാലിഡ് ഓർ ഇൻവാലിഡ്. ഓക്കെ, സോ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ലോജിക്കൽ റീസണിങ്ങിലെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റിനെ പറ്റിയാണ്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ വീണ്ടും കൂടുതൽ സെഷൻസ് നമ്മുടെ വരുന്നുണ്ട്. ഗോ ത്രൂ ഇറ്റ്. വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് സെഷൻ. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരി വൺ. ഇറ്റ്സ് ബൈ. താങ്ക് യു.